People are afraid of death. അങ്ങനെയെങ്കിൽ പിശാചിന്റെ സൈന്യങ്ങളും പറയും, ദൈവമേ, നിന്റെ സ്നേഹിതർക്ക്, നിന്റെ മക്കൾക്ക് മരണത്തെ പേടിയാണ്. We can't say that, oh death, where is thy sting? അങ്ങനെയെങ്കിൽ നമുക്ക്, ഓ മരണമേ, ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. God could have prevented all kinds of sicknesses coming to his people, to his friends. യേശുക്രിസ്തുവിന്റെ സ്നേഹിതർക്ക്, തന്റെ ആളുകൾക്ക് ഒരു രോഗവും വരാതെ ദൈവത്തിന് വേണമെങ്കിൽ സൂക്ഷിക്കാമായിരുന്നു. It is possible. Do you think it is not possible? അത് സാധ്യമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അത് സാധ്യമാണ്. God can heal. ദൈവത്തിന് സൗഖ്യമാക്കുവാൻ കഴിയും. God can heal from terrible diseases. വളരെ ക്രൂരമായ രോഗത്തിൽ നിന്ന് സൗഖ്യം നൽകുവാൻ ദൈവത്തിന് കഴിയും. Or God can protect his people from terrible diseases and sicknesses. വളരെ 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 മോശമായ രോഗങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഒക്കെ ദൈവത്തിന് തന്റെ മക്കളെ സൂക്ഷിക്കുവാൻ കഴിയും. The devil and his host will say to the Lord, Lord, you are afraid that when you permit this sickness, your people will deny you. എന്നാൽ അപ്പോൾ പിശാചിന്റെ സൈന്യവും പറയും, ദൈവമേ, നിന്റെ ഈ മക്കൾക്ക് ഈ രോഗം വന്നാൽ, അവർക്കൊരു പ്രശ്നം വന്നാൽ അവർ നിന്നെ ത്യജിക്കും. But God has his children who can prove to this world, who can prove to the devil and his host that even terrible sicknesses come, we will not deny our faith, we will be cheerful, we will be hopeful and have faith in God. എന്നാൽ പിശാചിന്റെ സൈന്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ട്, രോഗം വന്നാൽ, മരണം വന്നാൽ അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, ഞങ്ങൾ ദൈവത്തെ തള്ളിക്കളയുകയില്ല, ഞങ്ങൾ ഈ സാഹചര്യത്തിലും ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് പുഞ്ചിരിയുള്ള മുഖവുമായിട്ട് നിൽക്കുവാൻ കഴിയുന്ന ഒരു തന്റെ മക്കളെ ദൈവം നോക്കുന്നു. Or the devil may say, Lord, if you permit the sickness and take away your child, probably his wife and children or close relatives may deny the faith, they may go away from you. ഒരുപക്ഷെ പിശാച് പറയും, ഈ രോഗം, ഈ ഒരു പ്രശ്നത്തിലൂടെ ഈ നിന്റെ മകൻ കടന്നുപോയാൽ അവന്റെ ഭാര്യ, അവന്റെ മക്കൾ ഈ വിശ്വാസത്തെ ത്യജിക്കും. But God says, no, you see, here is a family who is having more faith in me. അപ്പോൾ ദൈവം പറയും, പിശാചേ, അങ്ങനെയല്ല, ഇതാ നീ നോക്കുക, ഈ കുടുംബത്തെ നോക്കുക, എങ്കിൽ ഇപ്പോഴും വളരെ കൂടുതൽ വിശ്വാസം വെച്ചിരിക്കുന്ന ഈ കുടുംബത്തെ നീ നോക്കുക. In spite of the sickness, in spite of the death, the family still is thankful. അവരുടെ രോഗം ആയിക്കൊള്ളട്ടെ, മരണമായിക്കൊള്ളട്ടെ, അപ്പോഴും ദൈവത്തോട് നന്ദിയുള്ള ഹൃദയവുമായി നിൽക്കുന്ന കുടുംബത്തെ നീ നോക്കുക. That is our faith. അതാണ് നമ്മുടെ വിശ്വാസം. We read another verse in John chapter 8, യോഹന്നാൻ 8-ാം അധ്യായത്തിൽ മറ്റൊരു വാക്യം നാം വായിക്കുന്നു. verse 51. 51-ാം വാക്യം. John chapter 8, യോഹന്നാൻ 8:51. verse 51. 51. We read like this: Verily, verily, I say unto you, if a man keep my saying, or keep my word, he shall never see death. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന ഉത്തരം പറഞ്ഞു. When Jesus said like that, the Pharisees were angry with him. യേശുക്രിസ്തു അവനെ പറഞ്ഞപ്പോൾ പരീശന്മാർക്ക് അവനോട് കോപം തോന്നി. How can you say that they will not die? മരണം കാണുകയില്ല എന്ന് എങ്ങനെ പറയുവാൻ കഴിയും? That's why when Lazarus died, Jesus said he is not dead, he is sleeping. ലാസർ മരിച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത്, അവൻ നിദ്ര കൊള്ളുകയാണ്, അവൻ മരിച്ചിട്ടില്ല. You may think that C.M. Matthew is dead. No, he is sleeping. C.M. മാത്യു ബ്രദർ മരിച്ചു എന്ന് നാം ചിന്തിച്ചേക്കാം. എന്നാൽ ഈ പ്രിയ സഹോദരൻ, അദ്ദേഹം ഉറങ്ങുകയാണ്. Yeah, a person who sleeps is taking rest. ഉറങ്ങുന്ന വ്യക്തി അദ്ദേഹം സ്വസ്ഥനായിരിക്കുകയാണ്. Probably when our children or somebody falls sick and if they are closing their eyes to sleep, we will be relieved because they are going to take rest during the time of sleep. കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ രോഗവും വേദനയുമായിട്ടിരിക്കുമ്പോൾ കുറച്ച് സമയം അവർ ഉറങ്ങുമ്പോൾ മാതാപിതാക്കൾക്ക് ആശ്വാസമാണ്. കാരണം അവർ സ്വസ്ഥമായിട്ട് കുറച്ചു നേരമെങ്കിലും ഉറങ്ങുമല്ലോ. So brother is a person who has obeyed to God's word. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ വചനം പ്രമാണിച്ച ഒരു വ്യക്തിയാണ് ഈ പ്രിയ സഹോദരൻ. A man who keeps my word, he will never see death. എന്റെ വചനം പ്രമാണിക്കുന്നവൻ മരണം കാണുകയില്ല എന്ന് നാം വായിച്ചു. When Jesus told him, repent and believe in me so that you can be saved, he obeyed to that word, he kept that word, he got saved, he got the assurance of salvation. മാനസാന്തരപ്പെടുക, എന്നിൽ വിശ്വസിക്കുക എന്ന് ദൈവം പറഞ്ഞപ്പോൾ ആ വചനം അദ്ദേഹം കൈക്കൊള്ളുകയും അതനുസരിച്ച് തന്റെ ജീവിതത്തിൽ തനിക്ക് രക്ഷയുടെ സന്തോഷം അനുഭവിക്കുകയും ചെയ്തു. When Jesus said you get baptized and you
follow the way of the cross, he has kept that saying. നീ സ്നാനം സ്വീകരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് നീ ക്രൂശിന്റെ മാർഗത്തിലൂടെ എന്നെ പിൻപറ്റുക എന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് കേട്ട് കർത്താവിനെ അദ്ദേഹം You അനുഗമിച്ചു. be a true disciple. He became a true disciple. നീ ഒരു യഥാർത്ഥ ശിഷ്യനായി എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ ശിഷ്യനായിട്ട് ദൈവത്തെ അനുഗമിച്ചു. A man who keeps the word of God only will not die. ഇപ്രകാരം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന വ്യക്തി മാത്രമേ മരണം കാണാതിരിക്കുകയുള്ളൂ. And he has kept the word. ഈ പ്രിയ സഹോദരൻ വചനം കാത്തു. And during his repentance, during his salvation, when he said no to the world and yes to God, he got the life. തന്റെ മാനസാന്തരത്തിൽ താൻ ഈ ലോകത്തോട് വേണ്ട എന്ന് പറഞ്ഞ് കർത്താവിനോട് അതെ ആമേൻ എന്ന് പറഞ്ഞ് കർത്താവിനെ പിൻപറ്റിയപ്പോൾ Lord, I would like to honor your word more than any man's word. He got life. ഞാൻ മറ്റേത് മനുഷ്യന്റെ വാക്കിനെക്കാട്ടിലും അങ്ങയുടെ വചനം ഞാൻ അനുസരിക്കുമെന്ന് പറഞ്ഞ ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോയപ്പോൾ ദൈവിക ജീവൻ അദ്ദേഹം പങ്കാളിയായി. And from that day onwards, he was growing in that life. ആ ജീവനിൽ ആ നാൾ മുതൽ അദ്ദേഹം പ്രിയ സഹോദരൻ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. And now what we see is only his body, ഇപ്പോൾ നാം കാണുന്നത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മാത്രമാണ്. which is soon going to be sown in the soil. ഈ മണ്ണിലേക്ക് മറയുന്ന ശരീരം മാത്രം. But his spirit is with Lord Jesus Christ. എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പമാണ്. He has not died. അദ്ദേഹം മരിച്ചിട്ടില്ല. The same fellowship he was having with the Heavenly Father when he was alive, he is continuing that fellowship. ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ സ്വർഗ്ഗസ്ഥനായ പിതാവിനോട് തനിക്കുണ്ടായിരുന്ന കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ അദ്ദേഹം ഇപ്പോഴും തുടരുന്നതേയുള്ളൂ. He is resting from all his pain. തന്റെ വേദനയിൽ നിന്ന് അദ്ദേഹം He സ്വസ്ഥനായിരിക്കുന്നു. is resting from all his worries. തന്റെ എല്ലാ ആകുലങ്ങളിൽ നിന്നും അദ്ദേഹം സ്വസ്ഥനായിരിക്കുന്നു. He is resting from this bad influence of this world. ഈ ലോകത്തിന്റെ തെറ്റായ സ്വാധീനങ്ങളിൽ നിന്ന് അദ്ദേഹം വിശ്രമിക്കുന്നു. He is resting from the body which is causing aches and pains. വേദനയും ദുഃഖവും ഉണ്ടാക്കുന്ന ഈ ശരീരത്തിൽ നിന്നും അദ്ദേഹം വിശ്രമിക്കുന്നു. He is with the living Lord. ജീവിക്കുന്ന There is no ദൈവത്തോടൊപ്പമായിരിക്കുന്നു. death അവിടെ മരണമില്ല. for anybody who keeps God's word. ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവർക്ക് മരണമില്ല. If anybody who has not kept God's word, who has not obeyed and repented, no, this verse is not for you. നിങ്ങൾ ഇപ്രകാരം ദൈവത്തിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെടാതെ അനുദപിക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല ഈ വചനം. Suppose you go to a doctor for a sickness. നിങ്ങൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് നിന്റെ രോഗത്തിന്റെ ചികിത്സയ്ക്കായിട്ട് നിങ്ങൾ പോകുന്നുവെങ്കിൽ He gives a pill. അദ്ദേഹം ഒരു മരുന്ന് ഗുളിക തരും. You take this for 1 week and you will be all right. നിങ്ങൾ ഒരു ആഴ്ച ഈ മരുന്ന് കഴിക്കുക, നിങ്ങൾക്ക് സുഖം വരും. You come out, നിങ്ങൾ പുറത്തു വരുമ്പോൾ your friend says, what happened? നിങ്ങളുടെ സുഹൃത്ത് ചോദിക്കുന്നത് എന്ത് സംഭവിച്ചു? He says, this is the pill doctor has given me. ഇത് ഡോക്ടർ തന്ന ഒരു ഗുളികയാണ്. And he says, that is not sufficient. You will have to take this tablet also. അദ്ദേഹം പറയുന്നു അത് പോരാ, ഈ മരുന്ന് കൂടെ നിങ്ങൾ കഴിക്കണം. Then he goes further. വീണ്ടും പോകുന്നു. Another friend meets. മറ്റൊരു സുഹൃത്ത് He says, these 2 tablets are not sufficient. You will have to take these also. ഈ 2 ഗുളികകൾ പോരാ, ഈ ഗുളികയും കഴിക്കണം. Like that, when he goes, he takes 10 or 15 tablets. അത് പോകുമ്പോൾ അങ്ങനെ തുടർന്ന് 10 15 ഗുളികകൾ കഴിക്കേണ്ടി വരും. And the original pill, he loses its effect. ആദ്യം കഴിക്കാൻ പറഞ്ഞ ആ ഗുളികയുടെ അതിന്റെ എഫക്റ്റ് നഷ്ടപ്പെടും. It is not able to work in his body. അവന്റെ ശരീരത്തിൽ അത് പ്രവർത്തിക്കുവാൻ കഴിയാതെ പോകുന്നു. The same case with many people today. ഇന്ന് അനേകരുടെ ജീവിതത്തിലും ഇതാണ് സംഭവിക്കുന്നത്. God has given us this pill. ഈ ദൈവവചനമാകുന്ന ഗുളികയെ ദൈവം നമുക്ക് ഏവർക്കും നമ്മുടെ ആരോഗ്യത്തിനായി It നൽകി. says, obey to this word. ഈ ദൈവവചനത്തെ നിങ്ങൾ അനുസരിക്കുക. And man thinks that is not sufficient. Add this, add that, and so many things has added. മനുഷ്യൻ ചിന്തിക്കുന്നു അതുപോരാ, ഈ കാര്യവും ആ കാര്യവും ഈ കാര്യവും വേണം എന്ന് പറഞ്ഞ് അതിനോട് ചേർത്ത് അവൻ പല കാര്യങ്ങളെ Like that, man has diluted God's word and has given importance to man's traditions. ദൈവത്തിന്റെ വചനത്തെ ലഘൂകരിച്ച് മനുഷ്യന്റെ പാരമ്പര്യങ്ങൾക്ക് ഇന്ന് മനുഷ്യൻ പ്രാധാന്യം നൽകിയിരിക്കുന്നു. So when we do something, we'll have to find out whether this what is said in the word of God. നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ നാം നോക്കേണ്ടത് ഇത് ദൈവവചനത്തിലെ പ്രകാരം പറഞ്ഞിരിക്കുന്നുവോ എന്നാണ്. If we added so many things of human traditions and other tradition which is not in the word, we are making the God's power little and diminishing. നാം മനുഷ്യ പാരമ്പര്യങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ ദൈവവചനത്തോട് ചേർത്ത് നാം മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നാം ദൈവത്തിന്റെ വചനത്തെ ശക്തിയെ കുറച്ചു കാണുകയാണ് ചെയ്യുന്നത്. Yeah, Jesus says, I have obeyed to that word in verse 56, 56 വാക്യത്തിൽ 55. 55 വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നത് അവന്റെ വചനം
ഞാൻ പ്രമാണിക്കുകയും ചെയ്യുന്നു എന്നാണ്. Jesus is alive today. യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നു. Those who die, they will be risen in the first resurrection. മരിക്കുന്നവർ ആദ്യത്തെ ഉയർപ്പിൽ അവർ ഉയർത്തെഴുന്നേൽക്കും. Those who die in the Lord, കർത്താവിൽ മരിക്കുന്നവർ, those who die in Christ. ക്രിസ്തുവിൽ മരിക്കുന്നവർ. Our dear brother has died in Christ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ക്രിസ്തുവിൽ ആണ് മരിച്ചത്. and this body will be resurrected when Jesus comes. യേശു ക്രിസ്തു വരുമ്പോൾ ഈ ശരീരം ഉയർക്കും. So as God's children, we have a living hope. ദൈവത്തിന്റെ മക്കളായ നമുക്ക് ജീവിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. As we heard, he is not dead, he is sleeping. നാം കേട്ടതുപോലെ അദ്ദേഹം മരിച്ചിട്ടില്ല, അദ്ദേഹം ഉറങ്ങുകയാണ്. A sleeping person will definitely awake, ഉറങ്ങുന്ന വ്യക്തി തീർച്ചയായും ഉണർന്നെഴുന്നേൽക്കും. and his spirit is with God. അദ്ദേഹത്തിന്റെ ആത്മാവ് ദൈവത്തോടൊപ്പമാണ്. So we have this living hope. നമുക്ക് ഈ ജീവിക്കുന്ന പ്രത്യാശയുണ്ട്. We can ask, "Oh death, where is your sting? നമുക്ക് ചോദിക്കാം, ഏ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? Oh hell, where is your victory?" നരകമേ നിന്റെ ജയം എവിടെ? We thank God for this hope. ഈ പ്രത്യാശയ്ക്കായി നാം ദൈവത്തിന് നന്ദി കരയിച്ചു. ജോസൂട്ടി ബ്രദർ, കോലഞ്ചേരിയിലെ KV എബ്രഹാം ബ്രദർ, 3 സഹോദരന്മാർ ചുരുക്കമായിട്ട് സംസാരിക്കും. താനും തന്റെ കുടുംബത്തിന്റെയും പലരുടെയും രക്ഷയ്ക്കായിട്ട് ഒരു ഘട്ടകം തീർത്തു എന്നുള്ളത് തന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം വിളിച്ചറിയിക്കുന്നു. ഇന്ന് പൽക്കാലം ഞാൻ ഇങ്ങനെ നമ്മൾ വേദോസ്തത്തിൽ വായിക്കുന്നു, ദൈവത്തിന്റെ ഇസ്രായേലിനും ദൈവത്തിന്റെ സമ്പത്തായിരുന്നു. അതുപോലെ തന്നെ തന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും തന്റെ വചനങ്ങളെ ആചരിക്കുകയും ചെയ്യുന്നവർ ദൈവത്തിന്റെ സമ്പത്താകുന്നു. പുതിയ നിയമത്തിലും നാം ഓരോരുത്തരും ദൈവത്തിന്റെ സമ്പത്താണ്. ആ സമ്പത്ത് ദൈവം തന്റെ സമയമായപ്പോൾ തന്റെ അടുക്കിലേക്ക് തിരികെ കൂട്ടിച്ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറത്തായിട്ട് നമുക്കൊന്നും ഇതിനകത്ത് കാണുവാനായിട്ടില്ല. ഞാൻ പത്രോസിനോട് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന്. അതൊരു മരണം പോലും ദൈവത്തിന് മഹത്വകരമാകുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് പുതിയ നിയമത്തിൽ വായിക്കാൻ കഴിയും. എല്ലാം മഹത്വപ്പെടുവാനാകട്ടെ. നമുക്ക് ഓരോരുത്തർക്കുള്ള വിളിയില്ല, ഈ ലോകത്തിൽ ആയിരിക്കപ്പെട്ടത്. നാം കർത്താവിൻ്റെ വിളി കേട്ട് കർത്താവിൻ്റെ കൂടെ ഈ ലോകത്ത് ജീവിക്കുകയും നാം നിത്യതയുടെ പാതയിൽ ഇവിടുന്ന് യാത്ര തുടങ്ങുകയും, അങ്ങനെ യാത്ര തുടങ്ങിയവർക്ക് നിത്യ എന്ന കാര്യം ഒരു വ്യത്യസ്തപ്പെട്ട കാര്യമല്ല, അപ്പുറം കടന്നു പോകുന്ന ഒരു കാര്യമായി മാത്രം ഒരു ചുവട്ടടി അപ്പുറത്തേക്ക് മാറി വീണ്ടും തൻ്റെ യാത്രയിൽ, അതായത് നിത്യതയിൽ ദൈവത്തിനു കൂടിയായിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്കാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. കർത്താവിനോടുകൂടി ആയിരിക്കും ഈ ലോകത്ത്. ദൈവരാജ്യം യേശു കർത്താവ് വന്നു, അവിടുന്ന് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മളുടെ ഇടയിൽ അവിടുന്ന് സ്ഥാപിച്ചു പോയിരിക്കുന്ന ദൈവരാജ്യത്തെ നാം സ്വീകരിക്കുകയും, അത് കർത്താവ് തന്നെയാണ് നമ്മൾ ഹൃദയങ്ങളിൽ ആ ബോധ്യം തരുന്നത്. നാം കർത്താവിനോട് ആയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിച്ച സന്തോഷവും സമാധാനവും ആ സംതൃപ്തി സന്തോഷവും അത് അനുഭവിച്ചുകൊണ്ട് കർത്താവിനോട് ജീവിക്കേണ്ടതാണ്. അങ്ങനെ ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സാഹക്ക് എന്നൊരാളെ പറ്റി അവരിങ്ങനെ പറയാനിടയായി. പക്ഷേ പുസ്തകത്തെ പറ്റി കേട്ടിരുന്നു, വായിച്ചിരുന്നു, എന്നാൽ അത്ര ഗൗരവമായിട്ട് ചിന്തിച്ചിരുന്നില്ലെങ്കിലും തിരിച്ചു വന്ന് പറഞ്ഞ പല കാര്യങ്ങളും സ്വീകാര്യമായി തോന്നി. അങ്ങനെ ഇരുന്നതുകൊണ്ട് വീണ്ടും സാക്കിൻ്റെ ഒരു പ്രസംഗം കേൾക്കുവാനും അതിനുള്ള അവസരങ്ങൾക്ക് ഒരുക്കിയ സഹോദരനാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര താല്പര്യത്തിൽ കുറവൊന്നുമില്ലെങ്കിലും അത്ര താല്പര്യത്തിലല്ലായിരുന്നെങ്കിൽ സഹോദരൻ്റെ ആ താല്പര്യം കൊണ്ട് ആ കൂട്ടായ്മകളിലൊക്കെ കൂടുകയും അങ്ങനെ 2040 ചർച്ച തുടങ്ങിയപ്പോൾ അതിലേക്ക് ചേരുവാനിടയാക്കി. ഞാൻ അതിന് സഹോദരനോട് ആ കുടുംബത്തോട് നന്ദിയുള്ളവരാണ്. ദുഃഖത്തിൽ പ്രത്യേകമായി പങ്കുചേരുന്നു. എന്നാൽ കർത്താവിൻ്റെ ആശ്വാസം അവരെ സമാശ്വസിപ്പിക്കട്ടെ. എത്രമാത്രം ദുഃഖം നമുക്കുണ്ടെങ്കിലും കർത്താവിൽ പൂർണ്ണ പ്രത്യാശയോടെയാണ് സഹോദരനായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം സമാധാനം തരുന്നുണ്ട്. ഇന്ന് സഹോദരന്മാർ ഷെയർ ചെയ്തതുപോലെ കൽപ്പനയിൽ ശക്തിയുള്ളതെങ്കിലും നീ എൻ്റെ വചനം കാത്തു. അതെ, കർത്താവിൻ്റെ വചനം കാത്ത ഒരു സഹോദരനാണ് മാത്യു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ നമ്മൾ കേട്ടല്ലോ, തൻ്റെ ഭക്തന്മാർക്ക് അസുഖം വരുമോ? നമ്മൾ പുറത്ത് കേൾക്കുന്ന പല സുവിശേഷങ്ങളും അസുഖങ്ങളും വരുന്നു. പക്ഷെ നമുക്കറിയാൻ യാഥാർത്ഥ്യം അങ്ങനെയല്ല.
2 വായിക്കുന്ന പോലെ അതിൻ്റെ 4-ാം അധ്യായത്തിൽ 7 മുതലുള്ള ഭാഗങ്ങളുള്ള കാര്യം വായിക്കുന്നുണ്ട്. ഞങ്ങൾ സകലത്തിലും കഷ്ടം സഹിക്കുന്നതെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുമെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ മധ്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതും ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. പ്രിയ സഹോദരന് കിട്ടിയ അവസരങ്ങളൊക്കെയും തന്നെ മരണത്തിന് ഏൽപ്പിക്കാനും ഉയർപ്പൻ്റെ ശക്തിയിൽ ജീവിക്കാനും ഒക്കെ സാധിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം നമുക്കൊരു ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വെളിച്ചമായിരുന്നു. പെരുവച്ചനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് വളരെയധികം ഭാരമുണ്ടായിരുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന് വേർപാട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറയാത്ത അത്രയും പ്രയാസമുണ്ട്. ഭാഗ്യകരമായിട്ടുള്ള പ്രത്യാശിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം തിരുവനന്തപുരം വായിക്കുന്നത് 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുകൊള്ളാൻ ഭാഗ്യവാനാണ്. പ്രിയ സഹോദരൻ, ഭാഗ്യാവസ്ഥ കാണാൻ ഇടവരുന്നുള്ളത് നമുക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ നേരത്തേക്ക് നാം പ്രകാരമുള്ള വേർപാടുകൾ വരുമ്പോൾ നമുക്കൊരു കാര്യം ചിന്തിക്കാൻ, നാമും ഒരു ദിവസം ഇങ്ങനെ വേഗം നാമം മറഞ്ഞു പോകും. അതിനു മുമ്പുള്ള സമയം ഭർത്താക്കന്മാരായിരിക്കുന്നവർ ഭാര്യമാരെ സ്നേഹിക്കുകയും ഭാര്യമാരായിരിക്കുന്നവർ ഭർത്താക്കന്മാരെ സ്നേഹിക്കുകയും പിതാക്കന്മാർ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും കുഞ്ഞുങ്ങൾ സഹോദരന്മാരെ സ്നേഹിക്കുകയും സഹോദരന്മാർ തമ്മിൽ സ്നേഹിക്കുകയും ചെയ്യുന്ന പക്ഷം നാം ഭൂമിയിലായിരിക്കുന്ന അത്രയും കാലം നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാൻ സാധിക്കും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവിഭാഗത്തെ അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. മരണത്തെ സംബന്ധിച്ച് പൗലോസ് പറയുന്ന ഒരു ചെറിയ ഒരു വേദഭാഗം ബൈബിളിൽ ഇങ്ങനെയുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ, ശരീരത്തിൽ വസിക്കുമ്പോൾ ഞങ്ങൾ കർത്താവിനോട് അകന്നിരിക്കുന്നു, എന്നാൽ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്, ശരീരം വിട്ടാൽ അവനോടുകൂടെ ആയിരിക്കാം എന്നുള്ളത് ഞങ്ങളുടെ ധൈര്യവും ഉറപ്പുമാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഒരു ധൈര്യത്തിലും ഉറപ്പിലുമാണ്. ഞാൻ വല്ലപ്പോഴുമൊക്കെ മാത്യു ബ്രദറിനെ കാണാറുള്ളെങ്കിലും കാണുന്ന സമയത്തൊക്കെ ഞങ്ങൾ സംസാരിക്കുന്ന വാക്കുകളിലൂടെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള ഈ ഒരു ധൈര്യവും ഉറപ്പും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു, അറിയാൻ കഴിഞ്ഞിരുന്നു. ശരീരം വിട്ട് ശരീരത്തിൽ നിന്ന് അകന്നു മാറുമ്പോൾ നമുക്കെന്തൊക്കെ കർത്താവിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്ന എല്ലാ ഘടകങ്ങളും അവിടെ അവസാനിക്കുകയാണ്. നാം ഓരോരുത്തരും ആ ഒരു വഴിയിലൂടെ തന്നെ പോകേണ്ടവരാണ് എന്നുള്ള ഒരു കാര്യം കൂടി സഹോദരൻ നമ്മളോട് നമ്മുടെ മുമ്പിൽ ആ ഒരു സാക്ഷ്യവുമായിട്ടാണ് സഹോദരൻ ഇവിടെ ആയിരിക്കുന്നത്, സഹോദരൻ്റെ ശരീരം ഇവിടെ ആയിരിക്കുന്നത്. ഈ ഭാഗ്യകരമായിരിക്കുന്ന പ്രത്യാശ നമുക്ക് തന്നിരിക്കുന്ന കർത്താവിനായിട്ട് നന്ദിയേറേറ്റാം. തനിക്ക് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയില്ല എന്നുള്ള ഒരു ചെറിയ ചിന്ത പോലും മുഖത്തില്ലാതെ എത്ര വലിയ ഒരു കൂട്ടായ്മ അന്ന് ഞങ്ങൾക്ക് തന്നു. ചിലപ്പോൾ സുവിശേഷം പ്രസംഗിച്ചാണ് ഒരാളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. എന്നാൽ ചില ദൈവത്തിൻ്റെ മനുഷ്യർ തങ്ങളുടെ ജീവിതം കൊണ്ടത് ചെയ്യുന്നു. ആ വിധത്തിലൊരു സഹോദരനായിരുന്നു ഈ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ മരണപ്പെട്ട് മരിച്ചിരിക്കുന്നത്. ഈ സഹോദരനെ അങ്ങനെയാണ് ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. മറ്റു പലപ്പോഴും ഉണ്ടാകാത്ത വിധം ഒരടുപ്പം എന്നോടുള്ളതുപോലെ ക്രിസ്തുവിൻ്റെ ഫെലോഷിപ്പ്, കർത്താവിൻ്റെ കൂട്ടായ്മ എങ്ങനെയാണെന്നുള്ളത് തൻ്റെ ജീവിതം കൊണ്ട് വരച്ചു കാണിച്ചൊരു സഹോദരനായിരുന്നു. സഹോദരനുള്ള ഓർമ്മ എനിക്ക് എപ്പോഴും ഉത്സാഹവും ഒരു വെല്ലുവിളിയും ആയിരുന്നു. സഹോദരൻ്റെ ഇപ്പോഴത്തെ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ചേർന്നിട്ടുള്ള അവസ്ഥയിൽ നല്ല പോരാട്ടം പോരാടി ഓട്ടം തികച്ച ഈ സഹോദരൻ കുശവൻ്റെ കയ്യിലെ ഒരു നല്ല പാത്രം മെനയുന്നവനോട്
അവൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത ഒരു സഹോദരൻ്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബ്രദറെ, എന്നാണ്ട് എപ്പോഴും ദുബായിൽ നിന്നൊരു ഫോൺ കോൾ വരും, ദോഹയിൽ നിന്നൊരു ഫോൺ കോൾ സി മാത്യു ബ്രദറിൻ്റെ വരുമ്പോൾ ബ്രദർ ഇങ്ങനെയാണ് ചോദിക്കാറ്, വളരെ സന്തോഷത്തോടെ നിഷ്കളങ്കമായ ഒരു ചിരിയോടെ, ബ്രദറെ എന്നാണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ പ്രിയപ്പെട്ട പല സഹോദരന്മാർ പറഞ്ഞതുപോലെ നമ്മളുടെ ഏറ്റവും അടുത്ത ഒരു സഹോദരൻ, ഞങ്ങൾക്കും വളരെ അടുത്ത് അറിയാൻ പറ്റിയ ഒരു ബ്രദർ, മരണം, വേർപാട്, അത് തീർച്ചയായിട്ടും വേദനാജനകമാണ്. വേർപാടിൻ്റെ വേദന വളരെ അടുത്തറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ദൈവം നൽകുന്ന ആശ്വാസം അതും വളരെ വളരെ റിയലാണ് എന്നുള്ളത് സത്യമാണ്. ഈ ദൈവം ജീവിക്കുന്നു. സി എം മാത്യു ബ്രദർ വിശ്വസിച്ച ആ ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ കുടുംബങ്ങൾക്ക്, ഈ പ്രിയ സഹോദരനോട് ലഭിച്ച ആത്മീയ ഉത്തേജനം. അവർക്ക് ഇന്ന് കരുത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ്. അവര് ഈ സമയത്ത് അവരുടെ ഉള്ളത്തിലുള്ള ഈ പ്രത്യാശ ഒരു ഗാനം ആലപിക്കുകയും അതിനെ തുടർന്ന് അവരുടെ സാക്ഷ്യം ദൈവം അവരുടെ പിതാവിനെ കുറിച്ചുള്ള, ഭർത്താവിനെ കുറിച്ചുള്ള എന്നോട് പേഴ്സണലായിട്ട് ഇത് പറയാൻ, ഈ പാട്ടിനെ പറ്റി പറയാനിടയായിട്ടുണ്ട്. അപ്പം ആദ്യത്തെ പാട്ട് ഞങ്ങൾ പാടാൻ, God sent His Son. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know He was the future, and life is worth the living just because He lives. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know, yes I know, He holds the future. My life is worth the living just
അപ്പായ്ക്ക് വളരെ എൻകറേജിങ് ആയിട്ട് അത് ആക്ച്വലി ഞങ്ങളെല്ലാം പഠിപ്പിച്ചത് അപ്പായുടെ കൃപ മതി യേശുനാഥ. അതും കൂടെ നമുക്ക് ഒരുമിച്ച് പാടാം. മതി യേശുനാഥ തവ കൃപ മതിയെന്നുമെന്നും, കൃപ മതി യേശുനാഥ തവ കൃപ മതിയെന്നുമെന്നും, കൃപയാൽ പുതുജീവൻ നൽകി, കൃപയാൽ എന്നെ സൗഖ്യമാക്കി, കൃപയാൽ പുതുജീവൻ നൽകി, കൃപയാൽ എന്നെ സൗഖ്യമാക്കി, കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തു, കൃപയാൽ എന്നും നടത്തിയിടുന്നു, കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തു, കൃപയാൽ എന്നും നടത്തിയിടുന്നു, കൃപ മതി യേശുനാഥ കൃപ മതിയെന്നുമെന്നും, കൃപ മതി യേശുനാഥ തവ കൃപ മതിയെന്നുമെന്നും, ബലഹീന വേളകളിൽ ബലം നൽകും കൃപ മതിയേ, ബലഹീന വേളകളിൽ ബലം നൽകും കൃപ മതിയേ, കൃപ മതി യേശുനാഥ തവ കൃപ മതിയെന്നുമെന്നും. Praise God, I thank God for the chance to be here and share today. ഇന്ന് നാം ഈ ദൈവവചനം ഇപ്പോൾ കേൾക്കുന്ന സമയത്ത് ശാന്തമായി എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഈ സി മാറ്റുകാരൻ്റെ മകൻ റിഞ്ചു ആണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എനിക്കിപ്പോൾ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നന്ദി. Appa has been fighting cancer from 2010. 2010 മുതൽ ക്യാൻസർ രോഗത്തോട് പോരാടുകയായിരുന്നു എൻ്റെ പിതാവ്. And I think when you're a child, you don't appreciate your parents and the qualities that they have because you see it as children, and so you don't, I guess you don't value it as much. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മാതാപിതാക്കളുടെ നല്ല ഗുണങ്ങളെ നാം വേണ്ടവണ്ണം നാം വിലമതിക്കാറില്ല. Appa used to run hard after God when I was a child, but it was normal for me because that's what I saw all the time. ഞാനൊരു ബാലനായിരുന്നപ്പോൾ ദൈവത്തിന് പുറകെ വളരെ ആത്മാർത്ഥതയോടെ ഉത്സാഹത്തോടുകൂടി എൻ്റെ പിതാവ് ഓടുന്നത് ഞാൻ കാണുമായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അത് എന്നെ വികാരഭരിതനാക്കിയില്ല. But it was when Appa fell sick in 2010, and then further when he fell sick again this year, that I've truly learned to appreciate his life and the way he lived. എന്നാൽ 2010 എൻ്റെ പിതാവ് രോഗാതുരനാവുകയും അതിനെ തുടർന്ന് അദ്ദേഹം തൻ്റെ ജീവിതം മുമ്പോട്ട് പോവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആ സമയത്താണ് ഞാൻ ഏറ്റവും അധികം വിലമതിക്കുവാനായിട്ട് തുടങ്ങിയത്. Because then I had heard a lot of his teaching before and had seen his life, but when he went through these difficult times in his life, when he faced death pretty much every day face to face, I could see how he lived his life in such a circumstance, and I could appreciate so much more how he lived for God. അദ്ദേഹം ദൈവവചനം സംസാരിക്കുന്നത് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ദിനംതോറും മരണത്തെ അഭിമുഖമായി കണ്ട് ജീവിതത്തിന്റെ തീക്ഷ്ണമായ വേദനയിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പോൾ തന്റെ ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും അതാണ് എന്നെ യഥാർത്ഥത്തിൽ വെല്ലുവിളിച്ചത്. This last month I was with him, me and Amma in the hospital the whole time, ministering to him and helping him. കഴിഞ്ഞ ഒരു മാസം മുഴുവൻ ആശുപത്രിയിൽ അമ്മയും ഞാനുമൊക്കെ അപ്പായോട് ചേർന്ന് നിന്നുകൊണ്ട് അപ്പായെ സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ട് അപ്പായുടെ ഒപ്പമായിരുന്നു. And for those who would have seen photos or videos from that time, his smile grew. I don't think it was the same. I think it grew brighter and brighter as the days went by.
എന്നാൽ ആശുപത്രി കിടക്കയിലായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വീഡിയോയോ ഫോട്ടോസോ കണ്ട നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാം. ആ സമയത്ത് നാളുകൾ കഴിയുന്തോറും ഓരോ നാളും കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ചിരി, സന്തോഷം ഉള്ള ചിരി, അത് കൂടുതൽ കൂടുതൽ പ്രകാശമാനമായ ചിരിയായി മാറുകയായിരുന്നു. As he came closer to facing death, he did not lose faith, he did not grumble against God, but even with the little strength that he had, he would say that God can still do this, God can still change this. താൻ മരണത്തെ മുഖാമുഖമായിട്ട് അഭിമുഖീകരിക്കേണ്ടി വന്ന ആ സാഹചര്യത്തിൽ മരണത്തോട് അടുത്തപ്പോഴും താൻ തന്റെ വിശ്വാസം ഒരിക്കലും കൈവിടാതെ, ഒരിക്കൽ പോലും ദൈവത്തോട് പുറകിറക്കുകയോ മുറുമുറുക്കുകയോ ചെയ്യാതെ താൻ ഇപ്പോഴും ദൈവം ശക്തനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടും ഏറ്റു പറഞ്ഞുകൊണ്ടുമാണ് ഇരുന്നത്. And it was such an